ശബരിമലയിലെ ഭസ്മക്കുളത്തിന്റെ സ്ഥാനം മാറുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. പുതിയ സ്ഥാനം നാളെ കണ്ടെത്തും. പുതിയ സ്ഥാനം വലിയ നടപ്പന്തലിന് സമീപമായേക്കും. തിരുപ്പതി മോഡൽ ശബരിമലയിൽ നടപ്പാവില്ല. ഈ തീർത്ഥാടന കാലത്ത് വെർച്വൽ ക്യൂ മാത്രമല്ല സ്പോട്ട് ബുക്കിംഗും തുടരുമെന്ന് PS പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ സന്നിധാനത്തിന് പുറകിലാണ് ഭസ്മക്കുളം. ചുറ്റും കെട്ടിടങ്ങളാണ്. താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ മലിനജലം എപ്പോഴും ഒഴുകിയെത്തും. ഭസ്മക്കുളം ശുചിയായി നിലനിർത്താൻ സ്ഥാനം മാറുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന ദേവസ്വം ബോർഡിന്റെ കണ്ടെത്തലാണ് ഭസ്മക്കുളത്തിന്റെ സ്ഥാനമാറ്റത്തിന്റെ കാരണം. തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ മുകളിൽ അന്നദാന മണ്ഡപവും പോലീസ് ബാരിക്കേഡും അങ്ങനെയൊക്കെ പബ്ലിക് ടോയ്ലറ്റും ഒക്കെ മുകളിലോട്ട് നിർമ്മിക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ്. അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും കൊണ്ടാണ് അതിങ്ങനെ ഒരു മലിനപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറി. ഇപ്പോഴത്തെ തന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്ന നമ്മുടെ കണ്ഠര് രാജീവന് അദ്ദേഹത്തെയും വീട്ടിൽ പോയി കണ്ടു തന്നെ കാര്യങ്ങൾ ബോർഡ് ആലോചിച്ചു. അദ്ദേഹത്തിൻ്റെയും നിർദ്ദേശവും ഉപദേശവും ഇക്കാര്യത്തിൽ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ബോർഡ് ഈ ഭസ്മക്കുളത്തിൻ്റെ മാറ്റവുമായി വന്നത്. ക്ഷേത്ര ശരീരത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ തന്ത്രിയുടെയും മറ്റാചാര്യന്മാരുടെയും അനുവാദം വാങ്ങിയ ശേഷമാണ് പുതിയ സ്ഥാനം നിശ്ചയിക്കുന്നത്. നാളെ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക സ്ഥപതി സന്നിധാനത്തെത്തി സ്ഥാനം നിശ്ചയിക്കും. വലിയ നടപ്പന്തലിന് സമീപം കൊപ്രാകളത്തോട് ചേർന്നാണ് പുതിയ ഭസ്മക്കുളത്തിന്റെ സ്ഥാനമെന്നാണ് സൂചന. നാളെ രാവിലെ 7 മണിക്ക് 7:30 സ്ഥപതിയുടെ സ്ഥാനം നിർണ്ണയിച്ച് യഥാവിധി സ്ഥാനത്തേക്ക് മാറ്റാനാണ് ബോർഡ് ആലോചിക്കുന്നത്. മീനൻ രാശി എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ഈ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടുമായിട്ടൊക്കെ വരും, മുൻപായിട്ട് വരും, ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലായിട്ട് വരും. വരാൻ പോകുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് വെർച്വൽ ക്യൂ ബുക്കിംഗ് കൂടാതെ സ്പോട്ട് ബുക്കിംഗ് തുടരും. ദർശനത്തിനെത്തുന്ന ഒരു തീർത്ഥാടകനും ഓൺലൈൻ ബുക്കിംഗ് ഇല്ല എന്നതിന്റെ പേരിൽ ദർശനം നടത്താതെ മടങ്ങേണ്ടി വരില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. നിലവിൽ 5 സ്പോട്ട് ബുക്കിംഗ് ആണുള്ളത്. അപ്പോൾ പൂർണ്ണമായും പരിപൂർണമായും വെർച്വൽ ക്യൂയിലേക്ക് മാറണം എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. പക്ഷേ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു ഭക്തനും മടങ്ങിപ്പോവാൻ പാടില്ല. അതിന് ആനുപാതികമായ വേണ്ട നടപടികൾ നമ്മൾ ഉണ്ടാക്കും. പക്ഷേ ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ശബരിമലയിൽ തിരുപ്പതി മോഡൽ ക്യൂ സംവിധാനം ഒരിക്കലും പ്രായോഗികമല്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. തിരുപ്പതിയിൽ നിങ്ങൾക്കറിയാം, തിരുപ്പതിയിൽ ഒരു സ്പോട്ട് ബുക്കിംഗ് ഒന്നുമില്ല. അവിടെ ഓൺലൈൻ ഇല്ലാതെ, ആധാർ ഇല്ലാതെ, കൃത്യമായി ആധാർ അല്ലാതെ മറ്റൊന്നുമില്ല. ആധാർ ഇല്ലാതെ അവിടെ അനുവദിക്കുന്നില്ല. നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. തുടർന്നുള്ള വർഷങ്ങളിൽ ക്രമേണ വെർച്വൽ ക്യൂവിലേക്കും ആധാറിലേക്കും പോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ജനം സന്നിധാനം.